നാളെ ഏതാണ്ട് ഈ നേരമാകുമ്പോഴേക്കും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരാണ് ഭരിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തീർപ്പാകും. ഏത് മുന്നണിക്കാണ് ഭൂരിപക്ഷം കിട്ടുക എന്നുള്ള കാര്യത്തിലും തീർച്ചയാകും. അത് 2026 നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായിരിക്കും എന്നാണ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പ്രധാന രാഷ്ട്രീയ മുന്നണികളും ഒക്കെ തന്നെ കരുതുന്നത്. ആ വിധത്തിൽ നോക്കിയാൽ ഇപ്പോൾ നമ്മൾ ഒരു പ്രവചനം അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രതീക്ഷ ആര് ജയിക്കുമെന്നാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. ഈ നേതാക്കളൊക്കെ പറയുന്ന പ്രതീക്ഷ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ഇവിടെ ഉള്ള ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഒക്കെ തികയാതെ വരും. ഏതാണ്ട് 941 ഗ്രാമപഞ്ചായത്തുകളാണ് നമുക്കുള്ളത്. ഇവരുടെയൊക്കെ അവകാശവാദങ്ങളിൽ ഇവർ ബഹുഭൂരിപക്ഷം സീറ്റുകളും വിജയിക്കുക എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 2000 ഗ്രാമപഞ്ചായത്തെങ്കിലും വേണ്ടിവരും. അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 450 വേണ്ടിവരും. ജില്ലാ പഞ്ചായത്തുകൾ മിക്കവാറും ഒരു 10-45 വേണ്ടിവരും. കോർപ്പറേഷൻ ചുരുങ്ങിയത് ഒരു 20-25 കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ ഇവർക്കെല്ലാവർക്കും ഇവർ അവകാശപ്പെടുന്ന കോർപ്പറേഷനൊക്കെ ഭരിക്കാൻ പറ്റും. എന്നാലും നമുക്ക് ആദ്യത്തെ ഒരു പ്രധാന നേതാവ് പറയുന്നത് അവരുടെ ഒരു അവകാശവാദം എന്താണെന്നൊന്ന് കേട്ടു നോക്കാം. പറയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ പറയാം. പക്ഷെ ഇവിടെയും ചില സൂചനകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. കോർപ്പറേഷൻ ഉറപ്പായിട്ട് ജയിക്കും. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റി നേരത്തെ തന്നെ ഒരു എഡ്ജുണ്ട് യു ഡി എഫിന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു പരാജയം രുചിച്ചപ്പോൾ പോലും മുനിസിപ്പാലിറ്റികളിൽ ഒരു എഡ്ജുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതൊക്കെ വലിയ തോതിൽ വരും. ഇതുവരെ ജയിക്കാത്ത മുനിസിപ്പാലിറ്റികൾ വരെ ജയിക്കും. ഇതുവരെ ജയിക്കാത്ത ഗ്രാമപഞ്ചായത്തുകൾ വരെ ജയിക്കും. എല്ലാ രംഗത്തും യു ഡി എഫിന് വ്യക്തമായ മേൽക്കൈ ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ അസസ്മെന്റ്. അപ്പോൾ നമ്മൾ യു ഡി എഫിന്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയായ വി.ഡി. സതീശൻ സാറ് പറഞ്ഞ പ്രതീക്ഷകളാണ് പറഞ്ഞത്. ഒരു എണ്ണമൊന്നും പറയുന്നില്ല. മഹാഭൂരിപക്ഷം സീറ്റുകളിലും എല്ലാത്തിലും ഗ്രാമപഞ്ചായത്ത് തൊട്ട് കോർപ്പറേഷൻ വരെയുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളിലെയും ലോക്കൽ ബോഡിയിലേക്കും വലിയ മുന്നേറ്റം നടത്തുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിനു മുമ്പ് തൊട്ട് മുമ്പ് 5 വർഷം മുമ്പ് ഈ പാർട്ടി അല്ലെങ്കിൽ ഈ മുന്നണി എത്ര പഞ്ചായത്തുകളൊക്കെ അല്ലെങ്കിൽ ഏതെല്ലാം കോർപ്പറേഷൻ, എത്ര ബ്ലോക്കുകൾ, എത്ര മുനിസിപ്പാലിറ്റിയൊക്കെ ഭരിച്ചിരുന്നു, മുനിസിപ്പാലിറ്റിയിൽ അവർക്കൊരു മേൽക്കൈ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതൊക്കെ നോക്കാം. 941 പഞ്ചായത്തുകളിൽ 2020 യു ഡി എഫിന് ജയിക്കാനായത് 321 പഞ്ചായത്തുകളാണ്. നോട്ട് ചെയ്തോളൂ, നമ്മുടെ പ്രേക്ഷകർ നോട്ട് ചെയ്യണം. അവിടുന്ന് ഭൂരിപക്ഷത്തിലേക്ക് എത്ര പഞ്ചായത്തുകൾ കൂടി കിട്ടിയാലാണ് ഇവർക്ക് മറികടക്കാൻ പറ്റുക എന്നുള്ളത് പ്രേക്ഷകർ കണക്കാക്കുക. 152 ബ്ലോക്ക് പഞ്ചായത്തുള്ളതിൽ 38 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മാത്രമാണ് യു ഡി എഫ് ഭരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഇനി ഭൂരിപക്ഷം ബ്ലോക്ക് പഞ്ചായത്തുകളും കിട്ടണമെങ്കിൽ എത്രത്തോളം ബ്ലോക്ക് പഞ്ചായത്തുകൾ കൂടെ കൈയടക്കാൻ കഴിയണം എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ കണക്കിലെടുക്കുക. പിന്നെ ഉള്ളത് 14 ജില്ലാ പഞ്ചായത്താണ്. അതിൽ 3 ജില്ലാ പഞ്ചായത്ത് മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. അറിയാൻ സ്വാഭാവികമായിട്ട് ഏതാണെന്ന് നമ്മുടെ പ്രേക്ഷകർ ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അവർ പറയുന്ന മേൽക്കൈ കിട്ടി എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റികളാണ്. അത് മൊത്തം 87 മുനിസിപ്പാലിറ്റികളാണുള്ളത്. അതിൽ 41 മുനിസിപ്പാലിറ്റികളാണ് ഒപ്പത്തിനൊപ്പം ഉണ്ട്. എൽ ഡി എഫുമായിട്ട് കാണുമ്പോൾ 1-2 മുനിസിപ്പാലിറ്റികളിലാണ് കുറവുള്ളൂ. കോർപ്പറേഷനാകട്ടെ ഒരേ ഒരു കോർപ്പറേഷനാണ് യു ഡി എഫിൻ്റെ കയ്യിലുള്ളത്. അത് കണ്ണൂരാണെന്നാണ് നമ്മുടെ വിശ്വാസം. ഇതാണ് ഈ നേതാവ് പറയുന്ന അവകാശവാദത്തിൻ്റെ അടിസ്ഥാനം. ഇവിടുന്ന് വേണം ഇനി ഈ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ. ഇനി ഇവർ മാത്രമല്ലല്ലോ, നമ്മുടെ എൽ ഡി എഫ് ഉണ്ട്, ഇവിടുത്തെ ഭരണകക്ഷിയുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും അല്ലെങ്കിൽ ആൻറ്റി ഇൻകുംബൻസി അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള തുടങ്ങിയ നിരവധി ആക്ഷേപങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ആ പാർട്ടിക്ക് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എന്താണ് അവരുടെ അവകാശവാദം എന്ന് അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്നതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. പക്ഷേ വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുമ്പോൾ അറിയാം, കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചരിത്രത്തിൽ ഉജ്ജ്വലമായ വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ചരിത്ര വിജയം എന്ന നിലയിൽ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലൂടെ നേടാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ, 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വൻ നേട്ടമാണ് ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതിനേക്കാൾ വലിയ നേട്ടം ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
അത് 13-ാം തീയതി വൈകുന്നേരം ആകുമ്പോഴേക്ക് രാജ്യം മുഴുവൻ അത് കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ 13-ാം തീയതി വൈകുന്നേരം ആകുമ്പോഴേക്ക് രാജ്യം മുഴുവൻ LDFന്റെ ഈ വിജയം മനസ്സിലാക്കുന്നതാണ് മാഷ് പറഞ്ഞു വെക്കുന്നത്. മാഷ് വലിയ വിശ്വാസത്തിലാണ്. പഴയ വിജയം തന്നെ ആവർത്തിക്കുമെന്ന് മാത്രമല്ല അതിൽ നിന്നും മുന്നേറുന്ന പറയുന്നത്. എന്തായിരുന്നു 2020 LDFന്റെ ഒരു പൊസിഷൻ എന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ 941 പഞ്ചായത്തുകളിൽ 514 പഞ്ചായത്തുകളും എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം പഞ്ചായത്തുകളും അവരുടെ കയ്യിലായിരുന്നു. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 108 ബ്ലോക്ക് പഞ്ചായത്തുകളും അവരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. 14 ജില്ലാ പഞ്ചായത്തുകളിൽ 11 എണ്ണത്തിലും LDF ആണ് ഭരിക്കുന്നത്. 87 മുനിസിപ്പാലിറ്റികളിൽ 43 എണ്ണത്തിലും LDF ഭരിക്കുന്നു. 6 കോർപ്പറേഷനിൽ 5 കോർപ്പറേഷനും LDF ഭരിക്കുന്നു. പഴയ കാലത്ത് പ്രതാപമുണ്ടായിരുന്നു. വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ 13-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ ഈ പ്രതാപമെങ്കിലും നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത് തന്നെയായാൽ മഹാക്ഷേമമായി ഈ മാഷേ എന്നാണ് പറയാനുള്ളത്. അതിൽ കൂടുതൽ ഒരു വിജയമുണ്ടായാൽ നമിച്ചു എന്നേ പറയാനുള്ളൂ. അപ്പം എന്തുകൊണ്ടും മാഷയുടെ ഈ അവകാശവാദവും നമ്മുടെ സതീശൻ സാറുടെ അവകാശവാദവും കൂട്ടിയാൽ നമ്മൾ പറഞ്ഞ പഴയ കണക്കിലേക്ക് പോകും. 2000-2500ഓളം പഞ്ചായത്തുകൾ നമുക്ക് വേണ്ടി വരും. മുനിസിപ്പാലിറ്റികളൊക്കെ ഡബിൾ ചെയ്യേണ്ടി വരും. ഇനി ഇവർ മാത്രമല്ല ഇവിടെയുള്ളത്, ഇനി മറ്റൊരു നേതാവ് കൂടിയുണ്ട്. അവർക്കെന്താണ് പറയാനുള്ളതെന്നൊന്നും കൂടെ കേട്ടു നോക്കാം. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലും ഭരണഘടനയിലും എല്ലാ 5 കൊല്ലം ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. അവരെ പ്രശ്നങ്ങളും അവരെ ഇഷ്യൂസ് എല്ലാം ചിന്തിച്ച് അവരുടെ ഭാവി കുറിച്ച് ആലോചിച്ച് ഒരു വോട്ട് കൊടുക്കാൻ ഒരു അവസരം. അപ്പോൾ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പ് ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ഒന്ന് വന്ന് എല്ലാവരും ഇറങ്ങി ഒരു വോട്ട് കൊടുക്കണം. ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനും നമ്മുടെ നാടിനും വേണ്ടി ഒരു ഗുണം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പാവൻ രാജീവ് ചന്ദ്രശേഖർ സാറ്, അദ്ദേഹത്തിന് മലയാളത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് ഒപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. വളരെ എല്ലാവരും ഒന്ന് ഇറങ്ങിയിട്ട് ഓരോ വോട്ട് കൊടുക്കണം, എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം, ജനാധിപത്യത്തിനാണ് ഈ BJP എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് വലിയ ക്ലെയിം ഒന്നും പറയാനില്ല. ഞങ്ങൾ അത് കാണിക്കും ഇത് കാണിക്കുന്നൊന്നും പറയാനില്ല. കാരണം പുറത്തു വരുന്ന വാർത്തകളിൽ അവർ പല സീറ്റിലും മത്സരിക്കുന്ന പോലുമില്ല, അല്ലെങ്കിൽ മത്സരിക്കാൻ ആളില്ലാത്തൊരവസ്ഥ കൂടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുറത്ത് കേൾക്കുന്നു. അതുകൊണ്ട് വലിയ അവകാശവാദങ്ങളൊന്നും അവർ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അതെന്തെങ്കിലും അന്തർധാരയാണോ അല്ലെങ്കിൽ അണ്ടർകറന്റ് അണ്ടർസ്റ്റാൻഡിംഗ് ആണോ എന്നൊന്നും ആരും ചോദിച്ചു പോരുത്. പക്ഷെ നമ്മൾ അവരെ തള്ളിക്കളയാൻ പാടില്ല. ഇപ്പോൾ ഓൾറെഡി അവർ 2 മുനിസിപ്പാലിറ്റി ഭരിക്കുന്നുണ്ട്. പന്തളവും പാലക്കാടുമാണെന്നാണ് ധാരണ. എന്ന് മാത്രമല്ല ഏതാണ്ട് 19ഓളം പഞ്ചായത്തുകളും BJP ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ തള്ളിക്കളയാവുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയല്ല BJP നയിക്കുന്ന NDA സഖ്യം എന്ന് നമ്മൾ കാണണം. അവർ ഒരുപക്ഷെ പലയിടത്തും ചില മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ മറ്റു പലയിടത്തും അവർക്ക് തളർച്ചകൾ ഉണ്ടോ എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ അത്ര ബലമില്ലായ്മയിൽ നിന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു ഊഹം മാത്രമാണ്. അതുകൊണ്ട് നാളെ വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ഉച്ചയോടുകൂടെ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകും. നമ്മുടെ പ്രേക്ഷകർക്കും ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. ആര് ജയിക്കാനാണ് സാധ്യത, ഏത് മുന്നണിക്കാണ് ഭൂരിപക്ഷം കിട്ടുക, അല്ലെങ്കിൽ BJPക്ക് എന്തുമാത്രം മുന്നേറ്റം നടത്താൻ പറ്റും, അല്ലെങ്കിൽ UDF LDFനെ മറികടക്കുമോ, അതോ LDF അതിൻ്റെ ജൈത്രയാത്ര തുടരുമോ? നമ്മുടെ പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളിലൂടെ എന്താണ് അവരുടെ പ്രതീക്ഷ എന്നൊന്ന് പ്രവചിക്കാം. കമൻറ്റ് ബോക്സിലിടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയങ്ങളും മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.